إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. الوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ വിരോധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടകന്നു നിന്നുകൊണ്ട് പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള ശക്തമായ ഒരുക്കവുമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ നിയമ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തെക്കോട്ടും വടക്കോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾ അത് കയറി സൊഫ് പൂർത്തിയാക്കി മിമ്പറിലേക്ക് നോക്കിയിരിക്കുക. പുറമേദനുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ ഇരുന്നോളി, ബാക്കിയുള്ള ആളുകളൊക്കെ സൊഫ് പൂർത്തിയാക്കി കയറിയിരിക്കും. ഏതൊരു വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും പ്രതീക്ഷയുമാണ് പരിശുദ്ധ റമദാനിലുള്ള അവന്റെ ജീവിതം എന്നുള്ളത്. ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ മുൻപിലേക്ക് വന്നണയുമ്പോൾ വിശ്വാസികളുടെ മനസ്സുകൾ സന്തോഷം കൊണ്ട് പുളകിതമാകുന്ന സാഹചര്യം. എല്ലാവരും നോമ്പിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ സന്ദർഭത്തിലാണ്. തൊട്ടടുത്ത് നോമ്പെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ജീവിതം. റജബ് ഇന്ന് 30 പൂർത്തിയാകുന്നു. നാളെ ഷഅബാനിലേക്ക് പ്രവേശിക്കുകയാണ്. ഷഅബാൻ അത് വിശുദ്ധമായ മാസത്തിലേക്കുള്ള ശക്തമായ മുന്നൊരുക്കത്തിന്റെ മാസം. ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടിയുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഈ മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക്
ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. കർമ്മങ്ങൾ ഉയർത്തുന്നത് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈൽ വമലായികത്തുൻ ബിന്നഹാർ. മനുഷ്യരിലേക്ക് രാവും പകലുമായി ഇറങ്ങി വരുന്ന മലക്കുകളുണ്ട്. രാത്രിയുടെ കാവൽക്കാർ, രാത്രിയുടെ നിരീക്ഷകർ. അവർ കയറിപ്പോകും, വാനലോകം കയറിപ്പോകും തിരിച്ച് രാവിലെ. പകലിന്റെ ഡ്യൂട്ടിയുള്ള ആളുകൾ അവർ രാവിലെ ഇറങ്ങി വരും, വൈകുന്നേരമായാൽ അവർ കയറിപ്പോകും. റസൂലുള്ളാഹി തുടരുന്നു, വയജ്തമിഊന ഫി സ്വലാത്തിൽ ഫജ്ർ വസ്വലാത്തിൽ അസ്ർ. രണ്ട് സന്ദർഭങ്ങൾ, ഫജ്റിന്റെ സ്വലാത്തിൽ അസ്റിന്റെ സ്വലാത്തിലും പള്ളിയിൽ അവർ ഒന്നിച്ച് സംഗമിക്കുമെന്ന്. പകലിന്റെ ചുമതലയുള്ള ആളുകൾ സുബഹി ജമാഅത്തിന് പള്ളിയിലുണ്ടാകും, രാത്രിയുള്ള ആളുകൾ സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് വാനലോകം കയറുകയുള്ളൂ. പകലിന്റെ ഡ്യൂട്ടി പൂർത്തീകരിച്ച ആളുകൾ വാനം കയറുന്നതിനു മുൻപ് അസ്ർ നമസ്കാരത്തിന് പള്ളിയിൽ ഹാജരാകും. സുമ്മ യഖ്റുജു അല്ലദീന ബാതു ഫീകും ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അല്ലാഹുവിന് നന്നായി അറിയാം, പക്ഷേ അല്ലാഹ് അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ തിരിച്ചു പോരുമ്പോ എന്റെ അടിമകളെ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? ഏത് അവസ്ഥയിലായിരുന്നു അവർ? മലക്കുകൾ വരുന്ന പള്ളിയിൽ നിന്നാ ജമാഅത്ത് കഴിഞ്ഞിട്ട്. അള്ളാഹ്ക്ക് അറിയാം ഏത് അവസ്ഥയിലാണ് തന്റെ സൃഷ്ടികൾ ഉള്ളതെന്ന്. പക്ഷേ ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള ചോദ്യം. ആദ്യമായി മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹ് തീരുമാനിച്ച സന്ദർഭത്തിൽ മലക്കുകൾ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങനെ ഒരു സൃഷ്ടി? ഇബാദത്ത് ചെയ്യാൻ, സുബഹ് നടത്താൻ ഞങ്ങളുണ്ടല്ലോ. രക്തം ചൊരിയുന്ന സൃഷ്ടികൾ എന്തിനെന്ന്? കേവലം രക്തച്ചൊരിച്ചിലുള്ള ആളുകൾ മാത്രമല്ല, അള്ളാഹുവിനെ അറിഞ്ഞുൾക്കൊണ്ടുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടെന്നൊരു ഓർമ്മപ്പെടുത്ത്. ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് പറയും, തറക്നാ വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോ അവർ നമസ്കരിക്കുകയായിരുന്നു, നിങ്ങൾ തിരിച്ചു പോരുമ്പോ അവർ നമസ്കാരത്തിലായിരുന്നു. അവരാരെയാണ് ഈ കാണുന്നത്? പള്ളിയിൽ സുബഹിക്കും അസ്റിനും ജമാഅത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച്. ആ ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് അവര് ഉയർത്തുകയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക്. ദിവസേനയുള്ള റിപ്പോർട്ട് രണ്ടു നേരമായി കൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി വീണ്ടും പറയുന്നു. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. ആഴ്ചയിൽ രണ്ട് തവണ അവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അത് ഒന്ന് തിങ്കളാഴ്ചയാണ്, രണ്ട് വ്യാഴാഴ്ച. തിങ്കളും വ്യാഴവും ഒരു ഡെയിലി റിപ്പോർട്ട്, ഒരു വീക്കിലി റിപ്പോർട്ട് മനുഷ്യന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കപ്പെടുന്നുണ്ട്. അവ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും അത് മൂല്യനിർണയം നടത്തുകയും അവൻ ചെയ്ത ചില കർമ്മങ്ങൾ മുഖേന അവന്റെ ചില പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുണ്ട്, പാപങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അതിൽ നിന്ന് മായ്ക്കപ്പെടുകയും രേഖീകരണം നടത്തപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ ദിവസേനയുള്ള റിപ്പോർട്ട് എത്തുന്നു, മലക്കുകൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നു. മറ്റൊരു ഹദീസിൽ ആഴ്ചയിൽ 2 തവണ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ തുടർച്ചയെ റസൂലുള്ളാഹി പറയുന്നു, ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന്. എന്താണ് അടിമകളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവർ നോമ്പിലാണ്, അവർ നമസ്കാരത്തിലാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അഥവാ 2 ഹദീസുകളുടെയും രത്ന ചുരുക്കം, ദിവസേന അവൻ നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തങ്ങൾ, റബ്ബിനോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കപ്പെടണം. ജമാഅത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആഴ്ചയിൽ 2 ദിവസത്തെ നോമ്പിന്റെ പ്രാധാന്യം റബ്ബിന്റെ അടുക്കലേക്ക് റിപ്പോർട്ട് എത്തുമ്പോൾ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരവസ്ഥ. മൂന്നാമതായി കൊണ്ട് വർഷത്തിലൊരിക്കൽ ആ വർഷത്തിലുള്ള അവന്റെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തിയ റിപ്പോർട്ട് അയക്കപ്പെടുന്നു, റബ്ബിലേക്ക് എത്തിക്കപ്പെടുന്നുവെന്നാണ്. അതിന്റെ സന്ദർഭം ഉസാമത്ത് ബിൻ സയ്യിദ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട ദാസനായിരുന്ന മൗല സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി വഹുവ ശുഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം
ശഅബാൻ മാസം, കഴിഞ്ഞ റമദാൻ മുതൽ ഈ ശഅബാൻ വരെയുള്ള ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആ സന്ദർഭത്തിൽ ഒരു വർഷത്തെ അവന്റെ പ്രവർത്തനങ്ങൾ റബ്ബിലേക്ക് എത്തിക്കപ്പെടുന്ന സന്ദർഭമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്നാമതായി സൂചിപ്പിക്കുവാനും വസിയത്ത് ചെയ്യാനുമുള്ളത്, ഈ ഒരു മാസം അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറില്ല. കഴിഞ്ഞ മാസം റജബ് പവിത്രമാണ്, യുദ്ധം ചെയ്യാൻ പാടില്ല, അമല് വർദ്ധിപ്പിക്കണം, മനസ്സിനകത്തൊരു ബോധമുണ്ട്. അടുത്തത് വരാനിരിക്കുന്ന റമദാനാണ്. ആ റമദാനിൽ എല്ലാവരും ഒരുക്കത്തിലാണ്. പക്ഷെ അതിന്റെ ഇടയിലുള്ള ശഅബാനിനെ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ചെയ്യാറുണ്ട്. ആ ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. നമ്മളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് തൂക്കുന്ന ഒരു ദിവസമാണ്. ആ തൂക്കുന്ന മീസാനിലേക്ക്, വസിലിലേക്ക് ഏറ്റവും കൂടുതൽ നന്മകൾ എത്തിക്കുക, നന്മകൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് ഈ ഐഹികമായ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 8-ാമത്തെ ആയത്തിൽ പറയുന്ന അൽ വസ്നു യൗമഇദിൽ ഹഖ്, അന്നേ ദിവസം യൗമുൽ ആഖിറയിൽ വസ്ൻ തൂക്കുക എന്നുള്ളത്, തുലാസിനെ സ്ഥാപിക്കുക എന്നുള്ളത് അത് ഹഖ്ൻ, അത് യാഥാർത്ഥ്യമാകുന്നു, അതൊരു സത്യമാകുന്നു. ഫമൻ സഖുലത് മവാസീനു, ആരുടെ തുലാസിനാണോ അന്ന് കനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവനാണ് അന്ന് വിജയം കരസ്ഥമാക്കിയത്. റബ്ബിന്റെ വിചാരണയുടെ ഫലമായിക്കൊണ്ട് സ്വർഗത്തെയും നരകത്തെയും തീരുമാനിക്കുന്നത് ഏറ്റവും അവസാനത്തെ നടപടിക്രമമായ വസ്നിലൂടെയാണ്. വിചാരണ അതിന് മുൻപ് നടക്കും, ചോദ്യം ചെയ്യൽ അതിന് മുൻപ് നടക്കും, അവന്റെ രേഖകളുടെ പരിശോധന അതിന്റെ മുൻപ് നടക്കും. എല്ലാം പൂർത്തിയായി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് മീസാനിലേക്ക് വരുന്നത്. മീസാൻ തീരുമാനിക്കും ഓരോരുത്തരും വിജയിയാണോ പരാജിതനാണോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, ഫമൻ ഖഫത് മവാസീനുഹു, ആരുടെ തുലാസിനാണോ കനം കുറഞ്ഞു പോയത്, ഫഉലൈക അല്ലദീന ഖസ്റു അൻഫുസഹും, അവനാണ് അവന്റെ സ്വന്തത്തോട് നഷ്ടം സംഭവിച്ചത്. സ്വന്തത്തിനാ നഷ്ടം, വേറെ ആർക്കും നഷ്ടമല്ല. ഉസ്താദുമാര് പറയും മേറാജ് ദിനമാണ്, നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്, അച്ചയായ വിദഅത്ത ചെയ്തുപോയ ആളുകൾ ഉണ്ടാകാം, ഇസ്തിഗ്ഫാർ നടത്തണം, പലപ്പോഴും സൂചിപ്പിച്ചത്. റജബിലുള്ള അനാചാരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചത്. അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പിന്തുണയേകാനും ധാരാളം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകാം. പക്ഷേ തന്റെ നഷ്ടത്തെയും തന്റെ ലാഭത്തെയും തീരുമാനിക്കുന്നത് തന്റെ മീസാനാണ് എന്ന് സൂറത്ത് അറാഫിന്റെ 8-9 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ബിമാ കാനു ബിആയാതിനാ യുസ്ലിമൂൻ, അവന് അക്രമം പ്രവർത്തിച്ചു. എന്തിന്റെ പേരിൽ? നമ്മുടെ ആയത്തുകൾ അവൻ ധിക്കരിച്ചു. ആയത്തുണ്ട് ഖുർആനിൽ, ഹദീസുണ്ട് ഖുർആനിൽ, തുറന്നു നോക്കിയില്ല, പഠിച്ചില്ല, അവൻ ചിന്തിച്ചില്ല. അവൻ പാരമ്പര്യത്തിന്റെയും പ്രമാണിത്വത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ സ്വാർത്ഥതയുടെ പിറകെ നടന്നു. അവസാനം മീസാനിൽ നഷ്ടം മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ, പൂർവികരായ സലഫുകൾ ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കുകയുണ്ടായി. അന്നാ അഅമാലുൽ ഇബാദ് തുഅറദു അലല്ലാഹി തആല കുല്ല യൗമിൻ ثم تعرض عليه أعمال الجمعة وفي كل اثنين وخميس ثم تعرض عليه أعمال السنة في شعبان فتعرض أرضا بعد أرض ولكل أرض حكمة. الله ഒരു ദിവസത്തിലെ മൂല്യനിർണയത്തെക്കുറിച്ച്, ഏറ്റെടുക്കലിനെ കുറിച്ച്, ആഴ്ചയിലുള്ള ഉയർത്തലിനെ കുറിച്ച്, വർഷത്തിലുള്ള ഉയർത്തലിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു ഹിക്മത്തുണ്ട്, അതിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന്. എല്ലാം കൂടി ഒറ്റ കൊല്ലാണ്ട് ഉയർത്തിയാ പോരെ, എന്തിനാ ആഴ്ചയിൽ വേറെ ഉയർത്തുന്നത്? ചോദ്യം അത് യുക്തിയുടെ, കുബുദ്ധിയുടെ ചോദ്യങ്ങളാണ്. പ്രമാണത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാമതായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ. എല്ലാ മാസവും റസൂലുള്ള സുന്നത്ത് നോമ്പ്, ശവ്വാലിലുണ്ട് 6 നോമ്പ്, റമദാനിനെ തുടർന്നുള്ള 6 നോമ്പുകൾ, വ്യാഴാഴ്ചകൾ റസൂൽ നോമ്പെടുക്കും, തിങ്കളാഴ്ചകൾ നോമ്പെടുക്കും, അയ്യാമുൽ ബീഅദിന്റെ ദിവസങ്ങൾ നോമ്പെടുക്കും. അങ്ങനെ ടോട്ടൽ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ വർധനവ് അത് ശഅബാൻ മാസത്തിലായിരുന്നുവെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, യസൂമു ശഹ്റൻ ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹ. റസൂലുള്ളാഹി ശഅബാൻ അല്ലാത്ത ഒരു മാസത്തിലും കൂടുതൽ വർദ്ധിപ്പിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ശഅബാനിൽ പൂർണ്ണമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു. ശഅബാനിൽ 30 ദിവസം റസൂൽ നോമ്പെടുക്കാറുണ്ടായിരുന്നുവോ? പണ്ഡിതന്മാർ ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ശഅബാന കുല്ല,
ഷഅബാനിൽ പൂർണ്ണമായി നോമ്പെടുത്തിരുന്നു. എന്നാൽ മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം ഇതേ വാചകം. അതിന്റെ അവസാന ഭാഗത്ത് കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ, വളരെ കുറച്ച് ദിവസം ഒഴിച്ച് ബാക്കി മഹാഭൂരിപക്ഷ ദിവസങ്ങളും, വളരെ കുറഞ്ഞ അളവിൽ കുറഞ്ഞാലും പൂർണ്ണമായും എന്ന് പറയുന്ന ഒരു പ്രയോഗ രീതിയുണ്ട്. 1, 2, 3 ദിവസമൊക്കെ ഒഴിച്ച് ബാക്കി ദിവസത്തെ പൂർണ്ണമായി നോമ്പെടുത്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നവവി മുസ്ലിം രേഖപ്പെടുത്തിയ ഈ ഹദീസ് അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു വബയാനു അന്ന ഖൗലഹാ കുല്ലഹു, ആയിഷ റളിയല്ലാഹു അൻഹ കുല്ലഹു പൂർണ്ണമായും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഐ ഗാലിബഹു, അതിലെ ഭൂരിഭാഗവും എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ മാസത്തിൽ പൂർണ്ണമായി നോമ്പെടുത്തിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നത് എന്ന്. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഭാര്യമാർക്ക് അറിയാം റസൂലുള്ളാഹിക്ക് ഏതൊക്കെ ദിവസം നോമ്പുണ്ടായിരുന്നു, ഏതൊക്കെ നോമ്പ് ഇല്ലാതിരുന്നു എന്നൊക്കെ. നേരത്തെ സൂചിപ്പിച്ച 2 ഹദീസുകൾ അത് ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്നു. ഇമാം അഹ്മദും ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല, സ്വാമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുത്തത്, ഇല്ല അന്നഹു കാന യസ്ലു ശഅബാന വ റമളാന, റമളാനിലും ശഅബാനിലും അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഈ ഹദീസിനെയും മുൻപ് സൂചിപ്പിച്ച ഹദീസിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒന്നിച്ച് പറയാറുള്ളത് അവിടെ 2 മാസം തുടർച്ചയായി എന്ന് പറഞ്ഞ് ശഅബാനിൽ ഏതാനും ദിവസം 1, 2, 3, 4 ദിവസം വിട്ടുകളഞ്ഞ് ബാക്കിയുള്ള മഹാഭൂരിപക്ഷ ദിവസങ്ങളും ആ മാസം പൂർണ്ണമായി നോമ്പെടുത്തതുപോലെ ഫീൽ ചെയ്യുന്ന, അനുഭവപ്പെടുന്ന ഒരവസ്ഥയിൽ ശഅബാനിൽ നോമ്പെടുത്തിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് 30 ദിവസം റമളാനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നുവെന്ന്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു ആഴ്ചയിൽ 2 നോമ്പ്, തിങ്കളും വ്യാഴവും, അയ്യാമുൽ ബീദ് ഒരു 3 ദിവസം, 8, 3 ഒരു 11 ദിവസത്തെ നോമ്പെങ്കിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ശക്തമായ തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ വസിയത്ത്. കൂടുതലെടുക്കാൻ സാധിക്കുന്ന ആളുകൾ 2 ദിവസം നോമ്പെടുത്ത് 1 ദിവസം വിട്ട്, 1 ദിവസം നോമ്പെടുത്ത് അടുത്ത ദിവസം വിട്ട്, ഇനി ഒരാൾക്ക് പൂർണ്ണമായും നോമ്പെടുക്കാൻ സാധിക്കും 30 ദിവസം, അങ്ങനെ നോമ്പെടുത്താലും വിരോധമൊന്നുമില്ല. ഹദീസിലുള്ള ആശയം നമ്മെ പഠിപ്പിക്കുന്നത് അതാകുന്നു. മൂന്നാമതായി ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഈ മാസത്തെ അശ്രദ്ധമാക്കി കളയരുത്. റമളാൻ വരാണ്ട് ടാർജറ്റ് റമളാനെ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുക. ഈ മാസത്തില് ജമാഅത്തും പോവുക, നോമ്പുമില്ല, മറ്റൊന്നുമില്ലാതെ പൂർണ്ണമായി ഒരു ഗഫലത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉസാമത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളുടെ പല കാര്യങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ദാലിക ശഹ്റുൻ, ആ മാസം, ഈ മാസം ശഅബാൻ എന്ന് പറയുന്ന മാസം, യഗ്ഫുലുൻ നാസ് അൻഹു ബൈന റജബി വ റമളാൻ, റമദാനിന്റെയും റജബിന്റെയും ഇടയ്ക്ക് ജനങ്ങൾ ഗൗനിക്കാത്ത, അശ്രദ്ധയിലായി പോകുന്ന മാസമാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മാസത്തിൽ ആവേശത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, വേറൊരു മാസത്തെ അവഗണിച്ച് ഒന്നുമില്ലാതെയായി പോവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. എല്ലാ മാസങ്ങളിലും നന്മയിൽ മുന്നേറുന്ന ഒരവസ്ഥയാണ് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. പ്രവാചകന്മാരുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് അംബിയായിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു. അവിടെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരാമർശിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് യഹ്യ എന്നു പേരുള്ള ഒരു മകനെ നാം പ്രദാനം നൽകുകയും ചെയ്തു. വഅസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കിയെടുക്കുന്ന, അതുവരെ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കാത്ത പ്രായം ചെന്ന 120 വയസ്സ് പ്രായമുള്ള സമയത്താണ് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനം പറക്കുന്നത്. ഏകദേശം 5 or 10 വയസ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ അടുക്ക വരുന്ന വയസ്സിന്റെ വ്യത്യാസം, 100-നോടടുത്ത് പ്രായമുണ്ടായിരുന്ന, അതുവരെ പ്രസവിക്കാത്ത സൂറത്ത് മറിയമിന്റെ തുടക്ക ഭാഗത്ത് സക്കരിയ നബി പറയുന്നുണ്ട്, എന്റെ ഭാര്യ അവൾ വന്ധ്യയാണ്, ഇതുവരെ പ്രസവിച്ചിട്ടില്ല, റബ്ബേ ഞാൻ നിന്നോട് സന്താനത്തെ ചോദിക്കുന്നുവെന്ന്. ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകി, അദ്ദേഹത്തിന് സന്താനത്തെ നൽകി, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശാരീരികാവസ്ഥയെ നന്നാക്കി പ്രസവിക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുകയും ചെയ്തു. എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തത്? ഇന്നഹും അവർ ഖൈറാത്തുകളിൽ മുസാറഅത്ത് നടത്തുന്ന ആളുകളായിരുന്നു, ധൃതിയിൽ വരുന്ന ആളുകളായിരുന്നു. സ്ലോലല്ല, പിന്നെ പോവല്ല, പതുക്കെ പോവല്ല, ജുമയ്ക്ക് വൈകി വരല്ലേ, ഇങ്ങനെ വേഗം വന്ന് മുൻപിൽ വന്ന് ഒന്നാമത്തത് ഏത് നന്മ ഉണ്ടോ ആ നന്മയുടെ മുൻപിലേക്കുള്ളൊരു മുസാറഅത്ത്,
ശക്തമായ പരിശ്രമം അത് നടത്തിയിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അതുകൊണ്ട് പ്രായാധിക്യത്തിലും വാർദ്ധക്യത്തിലും സന്താനത്തെ നൽകി. അതുകൊണ്ട് അതുവരെ വന്ധ്യയായിരുന്നവളെ നാം ശരീരത്തെ അവരുടെ ഭാര്യയുടെ ശാരീരികാവസ്ഥയെ നാം നന്നാക്കിയെടുക്കുകയും ചെയ്തു. അവർ നമ്മോട് ദുആ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർക്ക് ഭയപ്പാടും വിനയവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളുമായിരുന്നു. അവർ നല്ല ഖുശൂഉള്ള ആളുകളുമായിരുന്നു. അള്ളാഹ് അങ്ങോട്ട് കുറെ ഔദാര്യം ചെയ്തു കൊടുത്തു. അതിന് കാരണം അള്ളാഹ് പറയാ, ഖുശൂഉ ഉള്ളവരായിരുന്നു, ദുആ ചെയ്യുന്നവരായിരുന്നു, ദുആ ചെയ്യുമ്പോൾ വിനയം ഉണ്ടായിരുന്നു, അവരുടെ നന്മകളിൽ മുന്നേറുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് ശഅബാനിൽ നന്മകളിലുള്ള ഒരു മുന്നേറ്റം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി സൂചിപ്പിക്കുവാനുള്ളത് റമദാന്റെ തൊട്ട് മുമ്പുള്ള മാസം. റമദാനിൽ നോമ്പ് നിർബന്ധമാണ്. ആ നോമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും കാരണങ്ങളാൽ നോക്കപ്പെടാൻ പറ്റാതെ പോയാൽ, സൂറത്ത് ബഖറയുടെ 184 ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അയ്യാമൻ മഅദൂദാത്ത്, നോമ്പ് എണ്ണപ്പെട്ട ദിവസങ്ങൾ, ഒന്നുകിൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗിയായി പോവുക, യാത്രക്കാരായി പോയാൽ മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി. അങ്ങനെ മറ്റൊരു ദിവസത്തേക്ക് നോമ്പെടുക്കാൻ വേണ്ടി മാറ്റിവെച്ച ആളുകൾ ഇത് റമദാനിന്റെ മുൻപ് പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ആണുങ്ങൾക്കൊക്കെ കുറവായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് അർത്ഥവതികളോ പ്രസവരക്തത്തിലോ അവര് ഗർഭിണികളോ മലയൂട്ടുന്നവരോ ഒക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ നോമ്പിനെ അവർ മാറ്റിവെക്കുന്നതിന് മതം അനുവദിച്ചതാണ്, മതം നൽകിയ ഇളവാണ്, സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ മാറ്റിവെച്ച ആളുകൾ ആ നോമ്പുകളെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു മാസമാകുന്നു ശഅബാൻ. ശഅബാൻ കഴിഞ്ഞ് ഇനി അടുത്ത റമദാനും കഴിഞ്ഞ് അടുത്ത കൊല്ലത്തെ ഒന്നിച്ചുകൊണ്ട് കൂട്ടി ചെയ്യാം എന്നൊക്കെ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരി രേഖപ്പെടുന്ന ഹദീസിൽ കാണാം, ഖുൽ കാന യകൂനു അല സൗമിൻ മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ളിയ ഇല്ലാ ഫി ശഅബാൻ. ഞങ്ങളുടെ റമദാനിൽ പോയ നോമ്പൊക്കെ അടുത്ത ശഅബാനിലല്ലാതെ ഞങ്ങൾക്ക് നോറ്റ് വീട്ടാൻ സാധിച്ചിരുന്നില്ല. സ്വാഭാവികമാണ്, പല കാരണങ്ങളാൽ അനുവദനീയവും. പ്രത്യേകമായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഗർഭിണികളായ സ്ത്രീകൾ അവരോ റമദാനിൽ നോമ്പ് മാറ്റിവെക്കും, പിന്നെ അവര് പ്രസവം കഴിഞ്ഞ് മുലയൂട്ടലായിരിക്കും. അടുത്ത റമദാൻ വന്നാല് അപ്പോ അവര് നോമ്പെടുക്കൂല. എന്നിട്ട് 3-ാം കൊല്ലായാൽ പിന്നെ ഉസ്താദിനെ വിളിക്കും. കഴിഞ്ഞ 2 കൊല്ലം നോമ്പ് നോക്കണോ, ഫിദിയ കൊടുക്കണോ, ഫിദിയും നോമ്പ് ഒന്നിച്ചു കൊടുക്കണോ, എത്ര പറഞ്ഞാലും ഈ നീട്ടിവെക്കലും ഈ ചോദ്യം ഇങ്ങനെ ഇലാ യൗമിൽ ഖിയാമ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സഹോദരന്മാരെ ശ്രദ്ധിക്കുക, നോമ്പെടുക്കലാണ്, റമദാനിൽ നോമ്പെടുക്കലാണ് അഫ്ദൽ. ആ റമദാനിൽ നോമ്പെടുക്കുന്നത് മുഖേന തന്റെ യാത്രയോ തന്റെ രോഗമോ, രോഗിയാണ് 3 നേരം 4 നേരം മരുന്ന് കഴിക്കണം, അവന് നോമ്പെടുത്തിട്ട് സമയത്ത് മരുന്ന് കഴിക്കാതെ അവൻ താളം തെറ്റി അവന്റെ ബോഡി ഡിസോർഡർ ആയി പോകാൻ പാടില്ല. അവന് നോമ്പ് മാറ്റിവെക്കും. നോമ്പ് മാറ്റിവെച്ചാൽ പകരം മറ്റൊരു ദിവസം നോമ്പെടുക്കലാണ് അടുത്ത ഏറ്റവും മുൻഗണന. ഒരാൾക്ക് അതിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ആള്, നിത്യരോഗി, പ്രായം ചെന്നവൻ, എപ്പോ നോമ്പെടുത്താലും ഉച്ചയാകുമ്പോഴേക്കും തളർന്നു വീഴുന്നു, അവൻ ബുദ്ധിമുട്ടി നോമ്പെടുക്കേണ്ടതില്ല. അവന് ഫിദിയ കൊടുക്കുക, മുദ്ദ കൊടുക്കുക എന്നാണ് ഏർപ്പാട് ഇസ്ലാമിൽ. ഫിദിയയാണ്, കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. എന്താണ് ഫിദിയ? ഒരു നോമ്പിന് ഒരു ദരിദ്രന് ഒരു നേരത്തെ ഭക്ഷണം, അരിയല്ല ഭക്ഷണം ആവണമെങ്കിൽ ചോറിലേക്ക് കറിയും വേണം, കൂട്ടാനും വേണം. അത് ഏറ്റവും ഉത്തമം തന്റെ പരിസരത്തുള്ള ദരിദ്ര, ഒരാള് 10 നോമ്പ് നഷ്ടപ്പെട്ടു, 10 ദരിദ്രന്മാരെ വിളിച്ച് ഒരു നേരം ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ ഒരു ദരിദ്രനെ വിളിച്ച് 10 ദിവസം തുടച്ചിട്ട് ഇനി ഒരു 10 ദിവസം ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി ഇപ്പൊ എന്ന് പറഞ്ഞ് 10 ദിവസം അവന് കണ്ടിന്യൂസ് ആയി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം ഒരു ദരിദ്രന് കൊടുക്കുക. അത് പണമായി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പണം കൊടുത്താൽ അത് ഭക്ഷണത്തിനല്ല പോവുക, അത് ചിലപ്പോ ആദ്യം പോവുക ടിവിന്റെ കേബിളിന്റെ പൈസ അടക്കാനോ, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനോ, പഴയ ഫോൺ മാറ്റിയ പുതിയ ഫോൺ വാങ്ങാനോ. ആൾക്കാരുടെ ഇപ്പോഴത്തെ ജീവിത ട്രെൻഡ് അങ്ങനെയാണ്, മുൻഗണനയൊക്കെ മാറിപ്പോകുമ്പോൾ. അങ്ങനെ ആരെങ്കിലും പണം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം താൻ കഴിക്കുന്ന, തന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുക. താൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എത്ര രൂപ ചെലവ് വരും? ഒന്ന് ഹോട്ടലിൽ കയറി ചോറിനിറങ്ങിയ ഓരോരുത്തരും നിലവാരം മാറിക്കൊണ്ടിരിക്കും. ആവറേജ് ഒരു 100 റുപ്യ ഒരാൾക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരാളെ 30 നോമ്പ്, ഒരു സ്ത്രീയുടെ അവരുടെ പ്രസവമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ട് 30 നോമ്പ് നഷ്ടപ്പെട്ടാൽ 30 × 100 3000 രൂപ. 3000 രൂപയുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് വാങ്ങിയിട്ട് ഭക്ഷണത്തിന് അർഹതയുള്ള, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. മിസ്കീനുള്ള ഭക്ഷണം. ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന്റെ എണ്ണം കുറക്കും.
അത് സൂക്ഷിച്ചു വെക്കാതിരിക്കുക. ഈ ഒരു കൊല്ലം ഗർഭിണിയാണ്, അവൾക്ക് നോമ്പ് കൊടുക്കാനില്ല. അടുത്ത വർഷം അവള് പ്രസവിച്ച് മുലയൂട്ടുന്ന സമയം അപ്പൊ 2 കൊല്ലായി. പിന്നെ പിറ്റത്തെ കൊല്ലം നോമ്പാ. ഈ 2 കൊല്ലത്തെ നോമ്പ് കൂടി 3-ാം കൊല്ലത്തെ എടുത്ത് വെക്കണ്ട. 2ാമത്തെ കൊല്ലം തന്നെ ഫിദിയ കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. അതാണ് ഏറ്റവും മുൻഗണന. അടുത്ത കൊല്ലം നോക്കാൻ സാധിച്ചാൽ നോക്കാം. എന്നിട്ട് 3-4 കൊല്ലത്തെ നോമ്പുകളൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയിൽ ഈ കൊല്ലം സാധിക്കില്ലേ അടുത്ത വർഷത്തേക്ക് എടുത്തു വെക്കും. അടുത്ത വർഷം സാധിക്കാതെ വന്നാൽ 3-ാം കൊല്ലത്തേക്കാണ് കൊണ്ടുപോകാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ എടുത്തു വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികളോട് പറയുന്നു, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, വാപ്പാക്ക് രോഗിയായിരുന്നു, വാപ്പ നോമ്പെടുത്തിട്ടില്ല, ഫിദിയും കൊടുത്തിട്ടില്ല, നോമ്പും നോറ്റിട്ടില്ല, ഉമ്മ കിടപ്പിലായിരുന്നു, ഭാര്യ പ്രസവത്തിലായിരുന്നു, ഇങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾ അവർക്ക് വേണ്ടി അവരുടെ നോമ്പിനെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വാപ്പ മരിച്ചു നോമ്പ് വെക്കാതെ മകൻ നോമ്പെടുത്ത് പൂർത്തിയാക്കുക. വാപ്പന്റെ നിർബന്ധമായി നഷ്ടപ്പെട്ട നോമ്പ് റമദാൻ 20 മരിച്ചാൽ 20 വരെയുള്ള നോമ്പ് നോറ്റാൽ മതി. 20, 30 മരിച്ചതിന് ശേഷമുള്ളത് നോക്കണം. ഇനി നോമ്പ് വെക്കാൻ സാധിക്കാത്ത പണം ഉണ്ടോ, അതിന് ഫിദിയ കൊടുത്ത് അവസാനിപ്പിക്കുക. ഏതെങ്കിലും ഒരു പണി അവകാശികൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂചിപ്പിക്കുവാനുള്ളത്, റമദാൻ പകുതി പിന്നിട്ടാൽ പിന്നീട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് ഒരു ഹദീസ് കാണാൻ സാധിക്കും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഖിയ നിസ്ഫു മിൻ ശഅബാൻ പകുതി പിന്നിട്ടാൽ ഫലാ തസൂമു, നിങ്ങൾ നോമ്പെടുക്കരുത്. ഈ ഹദീസിന്റെ പണ്ഡിതന്മാർ ഒരാൾ 15 വരെ ഒരു നോമ്പുമില്ല, 15 മുതൽ അങ്ങോട്ട് തുടങ്ങുക, ഇത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് റമദാനും കൂടി കൂട്ടി നോമ്പെടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും, റമദാനിന്റെ തൊട്ടു മുൻപ് ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിയൗമിൻ ഔ യൗമൈൻ, റമദാന്റെ ഒരു ദിവസം മുമ്പ് 2 ദിവസം സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ്, മാസം കണ്ടു അല്ലേ ഒന്നും നോക്കാൻ നിൽക്കാതെ ശഅബാൻ 30-നും 29-നൊക്കെ നോമ്പ് ആരംഭിക്കുക, ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ തുടർച്ചയായിട്ട് ശഅബാനിൽ എല്ലാ തിങ്കളും നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവസാനത്തെ 10 ആദ്യത്തെ 10 നോമ്പെടുക്കും. ഒരാള് 1-2 ദിവസങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവസാനത്തെ 15 നോമ്പെടുക്കും. അയാള് പിന്നെ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പെടുക്കാം. പകുതി പിന്നിട്ടതിന് ശേഷം ആരംഭിക്കുവാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഈ മാസത്തിൽ ഗൗരവകരമായ ഒരു ശ്രദ്ധ, ദീനീപരമായ വിഷയങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുക. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا يرضى. والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി ഈ മാസത്തിന്റെ ഒരു മുഖദ്ദിമ എന്ന നിലക്ക് സൂചിപ്പിക്കുവാനുള്ളത്, റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം, ഒരുങ്ങുന്ന ഒരു നല്ല മാനസികാവസ്ഥ. റമദാന്റെ തലേ ദിവസം മാസം കാണുമ്പോഴല്ല റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം. പൂർവികരായ ആളുകളെല്ലാം അംർ ബിൻ ഖൈസ് റഹിമഹുല്ലാ ഇദാ ദഖല ശഅബാൻ ആയിക്കഴിഞ്ഞാൽ കച്ചവടമൊക്കെ നിർത്തുമായിരുന്നു. ശഅബാനും റമദാനൊക്കെ റെസ്റ്റ്, ബാക്കി 10 മാസം കച്ചവടം ചെയ്യാം. കച്ചവടമൊക്കെ നിർത്തിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് അവർ പ്രവേശിക്കുമായിരുന്നു. റമദാനിന് മാസം കണ്ടത് മുതൽ ഖത്വ് തീർത്തിട്ട് ഒരു തവണ പൂർത്തിയാക്കി ഓതാൻ വേണ്ടിയുള്ള ഹൈ സ്പീഡിന്റെ അപ്പുറത്തേക്ക് സ്പീഡിൽ 1-2 വട്ടമൊക്കെ നമ്മൾ ഓതിത്തുള്ളൂ. ഒരു മാസം മുമ്പ് തന്നെയുള്ള ഒരു ഒരുക്കം. ഒരു പുസ്തകത്തിന് ഒരു മുഖദ്ദിമ ഉണ്ടായിരിക്കും, മുഖവുരുണ്ടാവും. വായിച്ചു തുടങ്ങിയാൽ മുഖദ്ദിമയിൽ നിന്ന്. അപ്പോഴാണ് പുസ്തകത്തിന്റെ ആകത്തുകയും അതിന്റെ സൂചനയും അതിന്റെ ലക്ഷ്യവും ആ പുസ്തകം എഴുതാനുള്ള കാരണവും ആ പുസ്തകത്തിന്റെ മാറ്ററിലേക്ക് എത്താനൊക്കെ ഉണ്ടായ ഒരു റീസൺ ഉണ്ടാവും. ഏതൊരു ഗ്രന്ഥകർത്താവും അതിനൊരു മുഖദ്ദിമ എഴുതും. റമദാനിന്റെ മുഖദ്ദിമയാകുന്നു ശഅബാൻ എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ആ ഒരു മുഖദ്ദിമയെ അതിൻ്റെതായ ഒരു പവിത്രതയോടുകൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമദാൻ മിന സ്വിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ വലിയഹ്സുല തഅഹുബു തൽഖാ റമദാന വതർതാദ النفوس بذلك على طاعة الرحمن. പരമകാരുണികനായ റബ്ബിനുള്ള അനുസരണം, വിധേയത്വം എന്ന നിലക്ക്
പരിശുദ്ധ റമദാൻ മാസത്തിൽ എന്തൊക്കെ കർമ്മങ്ങളെ നമ്മൾ ശരീഅത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്നുവോ ആ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളിലേക്കൊക്കെയുള്ള ഒരു പ്രവേശികയായി കൊണ്ടുള്ള ഒരു തുടക്കം അത് ശഅബാനിൽ റമദാനിലും കണ്ടിന്യൂസ് ആയിട്ട് നോമ്പാണ്. ഒന്നാമത്തെ നോമ്പിന് തന്നെ ക്ഷീണിച്ച് അവശനായി ഛർദിച്ച് അന്ന് രാത്രി ഖിയാമുൽ ലൈലൊന്നും കിട്ടാതെ പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ കാരണം? 11 മാസം നോമ്പിട്ട നോമ്പിന്റെ ടേസ്റ്റ് ഒക്കെ മറന്നുപോയിട്ട്. അപ്പൊ ഒരു പ്രവേശിക ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ നോമ്പെടുത്താൻ പോയാൽ റമദാനിലെ ഒന്നാമത്തെ നോമ്പിന് യാതൊരുവിധ പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമസ്കാരവും ഖുർആൻ പാരായണം ഏതൊരു വിഷയത്തെ റമദാനിലേക്ക് ശരീഅത്താക്കപ്പെട്ടിട്ടുണ്ടോ ആ ശറഅാക്കപ്പെട്ട നിയമങ്ങളെ ഒക്കെ അതിന്റെ മുഖദ്ദിമയിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി സമീപിച്ചിരുന്നവരായിരുന്നു പൂർവികർ. ആ പൂർവികരുടെ മഹിതമായ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് ഏറ്റവും നല്ല വിഷയങ്ങളിൽ ഖൈറാത്തുകളിൽ മുന്നേറുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പരമാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ, എന്റെ സദസ്സിലുള്ളതും ഇല്ലാത്തതുമായ ധാരാളം ആളുകൾ സാമ്പത്തികമായി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ താഴ്ഭാഗത്തുള്ള ടൈൽസ് പതിക്കാൻ പൂർണ്ണമായും ഒരു വ്യക്തി അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രോഗിയാണ്, സുഖമില്ലാതെ കിടക്കുന്ന അദ്ദേഹം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരികമായ പ്രയാസത്തെ പൂർണ്ണമായി ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടവ മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്തിഗ്ഫാറോടുകൂടി അവ ശുദ്ധീകരിച്ച് ഒരു പൂർണ്ണമായ ശാരീരിക, മാനസികമായ, ഈമാനികമായ ശുദ്ധാവസ്ഥയിൽ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله على محمد وسلم والحمد لله رب العالمين.